ഇവിടെ നിരവധി കാര്യങ്ങൾ ആരോപിക്കുമ്പോൾ അതിന്റെ വാസ്തവങ്ങൾ ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കള്ളപ്രചരണമാണ് LDFും UDFും നടത്തുന്നത്. ഇപ്പൊ സ്വർണ്ണ കള്ളക്കടത്ത് കേസിനെ കുറിച്ച് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ബസ്സിന് കല്ലെറിഞ്ഞ SFIക്കാരുടെ കേസ് പോലും, സാധാരണ ബസ്സിന് കല്ലെറിഞ്ഞ കേസ് പോലും 12 വർഷം 14 വർഷം കഴിയുമ്പോഴാണ് ശിക്ഷ വരുന്നത്. ഇത് അതുപോലെ ഒരു കേസാണോ? ഇവിടെ പ്രതി ആരാണ്? പ്രതി സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. ഒരു സംസ്ഥാനത്തിന്റെ ഭരണകൂടം പ്രതിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഒരു സംസ്ഥാന ഭരണകൂടം പ്രതിയായിട്ട് നിൽക്കുമ്പോ ആ സംസ്ഥാന ഭരണകൂടത്തിന് തലവനായി നിൽക്കുന്ന മുഖ്യമന്ത്രി അവിടുത്തെ മുഴുവൻ അന്വേഷണ സംവിധാനങ്ങളുടെയും പോലീസിന്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫീസുകളുടെയും തെളിവ് ഹാജരാക്കേണ്ട ഓഫീസുകളുടെയും എല്ലാം അധിപൻ പ്രതിയായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ, കുറ്റവാളിയായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു ഭരണകൂടത്തോട് കേന്ദ്ര ഭരണകൂടം ഏറ്റുമുട്ടുന്ന രാഷ്ട്രീയമല്ല ഇവിടെ. യഥാർത്ഥത്തിൽ അന്വേഷണ ഏജൻസികൾ എല്ലാവരും പറയാറുണ്ട്, അന്വേഷിക്കുന്നത് മോഡിയല്ലേ? മോഡിയല്ലല്ലോ അന്വേഷിക്കുന്നത്. പണ്ട് പറയുമായിരുന്നു കോടതിയെല്ലാം RSS ആണ്, കോടതിയെല്ലാം BJP ആണ്, കോടതിയെല്ലാം മോഡിയുടെ കയ്യിലാണ്. ഇപ്പൊ അങ്ങനെ പറയുന്നില്ല. അതിനു മുമ്പ് പറയുമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോഡിയാണ്, എവിടെ കുത്തിയാലും താമരയാണ്. ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് LDFും UDFും ചെയ്യുന്നത്. അതായത് അന്വേഷണ സംവിധാനങ്ങളും കോടതികളും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുത്ത ഗവൺമെന്റാണ് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ്. അപ്പോൾ ആ അന്വേഷണ സംവിധാനങ്ങൾ നിയമപ്രകാരം അന്വേഷിച്ച് കണ്ടെത്തണമെങ്കിൽ ഭരണകൂടം, സംസ്ഥാന ഭരണകൂടം കൂടി സഹകരിക്കണം. അതുണ്ടാവുന്നില്ലല്ലോ. സംസ്ഥാന ഭരണകൂടം പ്രതിക്കൂട്ടിലല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കാലതാമസം എടുക്കും. അതാ ഞാൻ പറഞ്ഞത്, SFIക്കാരൻ ബസ്സിന് കല്ലെറിഞ്ഞാൽ പോലും 12 കൊല്ലം കഴിഞ്ഞാണ് ശിക്ഷയെങ്കിൽ സ്വർണ്ണക്കടത്ത് കേസിന് എത്രമാത്രം നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ അത് നരേന്ദ്രമോദിയുടെ ഒത്തുകളിയാണെന്നോ അല്ലെങ്കിൽ അന്വേഷിക്കാത്തത് കൊണ്ടാണോ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി തെറ്റാണ്. മറ്റൊന്ന്, കറൻസിയുടെ കഥ ശ്രീ ബൽദേവ് പറഞ്ഞു. ഇന്ത്യയിലെ കള്ളപ്പണം കണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നോട്ടിന്റെ എണ്ണത്തിലല്ല, ഇന്ത്യയിലുണ്ടായ നോട്ടുകൾ എത്രയാണെങ്കിലും ആ നോട്ടുകൾ അക്കൗണ്ടഡ് മണി ആയിട്ട് മാറിയോ, അതിന് നികുതി കൊടുത്തോ, സർക്കാരിന്റെ കീഴിലേക്ക്, നിയന്ത്രണത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവന്നോ, കള്ള ഇടപാടുകൾ അവസാനിപ്പിച്ചോ, അത് നേടാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു. അതുപോലെ തന്നെ ഇവിടെ ഇന്ത്യയുടെ കടത്തെക്കുറിച്ച് ഇടതുപക്ഷം വളരെ വാചാലമായിട്ട് നാട്ടുകാരെ ആടിനെ പട്ടിയാക്കുന്നത് പോലെ പറയുന്ന കാര്യമാണ് ഇന്ത്യയുടെ കടം വളരെ കൂടുതലാണ് എന്ന്. ഇന്ത്യയുടെ കടവും കേരളത്തിന്റെ കടവും താരതമ്യം ചെയ്യാൻ പോകുന്ന കാര്യമേ അല്ല. കേരളം എന്ന് പറയുന്നത് രാജ്യമല്ല, സംസ്ഥാനമാണ്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾ, 8 കേന്ദ്രഭരണ പ്രദേശത്തിൽ ഒരെണ്ണം മാത്രമാണ്, 1% മാത്രമേ പ്രദേശമാണ്. ആ പ്രദേശത്തുള്ള ഒരു സംസ്ഥാനം കടം വാങ്ങുന്നത് രാജ്യം കടം വാങ്ങുന്നത് പോലെയല്ല. ഇന്ത്യ രാജ്യത്തിന്റെ കടമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളുടെയും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും കടം ഒന്നിച്ചു കൂട്ടിയുള്ള കടം. അത് മാത്രമല്ല ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എടുക്കുന്ന കടം, അത് മാത്രമല്ല ഇന്ത്യയിലെ വ്യവസായികൾ അടക്കമുള്ള ആൾക്കാർ വാങ്ങിക്കുന്ന കടം, ഇതെല്ലാം കൂടെ ഒന്നിച്ചു കൂട്ടുമ്പോഴാണ് ഇന്ത്യയുടെ കടം എന്ന് പറയുന്നത്. ഇത് മനഃപൂർവ്വം മറച്ചു വെച്ചിട്ടാണ് ഇന്ത്യയുടെ കടത്തെ പെരുപ്പിച്ച് കാണിക്കുന്നത്. ഇത് മുഴുവൻ നരേന്ദ്രമോദി മേടിച്ച കടമാണെന്നാണ്. ഇനി ആണ് എന്ന് തന്നെ കണക്കാക്കിയാൽ പോലും നോക്കുക, കേരളം കടം വാങ്ങുന്നത് പോലെ അല്ല കേന്ദ്രം കടം വാങ്ങുന്നത്. കേന്ദ്രം കടം കൊള്ളുന്നത് ഇന്ത്യക്ക് അകത്ത് വിവിധങ്ങളായിട്ടുള്ള സോഴ്സുകളിൽ കൂടിയാണ്. ആ കടം കൂടി ഇന്ത്യ ഗവൺമെന്റിന്റെ കടബാധ്യതയുടെ ഭാഗമായിട്ട് വരികയാണ്. സാമ്പത്തിക ശാസ്ത്രം വ്യക്തമായിട്ട് അറിയാത്ത സാധാരണക്കാരന്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ അവരെ പറ്റിക്കാൻ പറ്റും. കമ്മ്യൂണിസ്റ്റുകാരൻ പണ്ട് മുതലേ നടത്തുന്ന ഒരു പറ്റീരാണിത്. എങ്ങനെയാണെന്നറിയാമോ? പണ്ടൊരു 501 എന്ന് പറഞ്ഞൊരു ബാർ സോപ്പ് ഉണ്ടായിരുന്നു, ടാറ്റ കമ്പനിയുടെ. അന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ കവലതോറും മൈക്ക് കെട്ടി പ്രസംഗിച്ചിരുന്നത് 501ാമത്തെ ബാർ സോപ്പാണ് നമുക്ക് തരുന്നത്. അപ്പോൾ 1 മുതൽ 500 വരെയുള്ള സോപ്പ് എവിടെ പോയി? ഇതായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരന്റെ ചോദ്യം. സാധാരണക്കാരന് വല്ലതും അറിയാവോ? അപ്പൊ അവൻ പറയും അതൊക്കെ മുതലാളിമാർക്കും വിദേശത്തേക്കും കൊടുത്തിട്ട് 501ാമത്തെ ബാർ സോപ്പാണ് നമ്മൾ പാവങ്ങൾക്ക് തരുന്നതെന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മൊബൈൽ ഉണ്ട്, ഇന്ന് ഇന്റർനെറ്റ് ഉണ്ട്, ഇന്ന് വസ്തുതകൾ ജനങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ കള്ളപ്രചരണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ത്രിപുരയും ബംഗാളും ഒന്നും അതുപോലെ സംഭവിക്കുമായിരുന്നില്ല.